തെരഞ്ഞെടുപ്പിന് തലേന്ന് വോട്ടിന് പണം ആരോപണവും. പാലക്കാട് ബി.ജെ.പി. പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ്. പണം വിതരണം ചെയ്തത് കണ്ണാടി മേഖലയിൽ. ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങൾ പകർത്തിയവരെ ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണം. എന്റെ മൊബൈലിൽ മരുന്ന് വാങ്ങാനുള്ള പണം ചോദിച്ചു വാങ്ങിയതാണെന്ന് വയോധിക. കേരളം നാളെ പോളിംഗ് ബൂത്തിൽ. വിധി നിർണയിക്കുന്നത് 2,72,00,000-ഓളം വോട്ടർമാർ. വോട്ടർമാരിൽ 5 ലക്ഷത്തോളം കന്നി വോട്ടർമാർ. 883 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. 2040 പ്രശ്നബാധിത ബൂത്തുകളിൽ കനത്ത സുരക്ഷ. സ്ഥാനാർത്ഥികൾ നിശബ്ദ പ്രചാരണത്തിൽ. പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പർ നൽകാത്തതിൽ കോടതി ഇടപെടൽ. പോലീസ് സ്റ്റേഷന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അടൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശാന്തകുമാർ. സത്യസന്ധമായി അന്വേഷണം നടത്തണമെന്നാണ് ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. എന്റെ വക്കീൽ മാത്രമേ ഞാൻ എന്റെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഒരു കേസ് എനിക്കില്ല. ഞാൻ പത്തനംതിട്ട ബാങ്ക് മെമ്പറാണ്. ഞാൻ ഈ കോടതിയിലും പ്രാക്ടീസ് ചെയ്ത വക്കീൽ. എന്റെ ഫയൽ ഇപ്പോഴും ആർഡിയോയുടെ മുന്നിലുണ്ട്. ഞാൻ പ്രതിയാണെന്നാണ് പറഞ്ഞത്. നിലവിൽ ഞാൻ പ്രതിയാണ്. ഞാൻ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണെന്നാണ് പറയുന്നത്. ഒരു കോടതി എന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാമെന്നും ഇറാന്റെ ഉറപ്പ്. യുദ്ധം US വിജയിച്ചെന്ന് ട്രംപ്. ഒന്നും അവസാനിച്ചിട്ടില്ലെന്ന് മുസ്തഫ ഖമനേയി. ക്രൂഡ് ഓയിൽ വില 17% ഇടിഞ്ഞു. ഓഹരി വിപണിയും മെച്ചപ്പെട്ടു. പ്രളയവിവാദം തുടർന്ന് മാത്യു കുഴൽനാടൻ. 2019 പ്രളയ മുന്നൊരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനെന്ന ആരോപണം. ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടു. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെ കൃഷ്ണൻകുട്ടി. കള്ളപ്രചാരണമെന്ന് മാത്യു ടി തോമസ്. ചാന്ദ്രദൗത്യം പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികരുടെ സംഘം ഭൂമിയിലേക്ക്. ഏപ്രിൽ 11 പുലർച്ചെയോടെ പേടകം തിരിച്ചെത്തും. മടക്കയാത്ര സുഗമമെന്ന് നാസ. ബഹിരാകാശത്ത് നിന്നുള്ള വിസ്മയ ചിത്രങ്ങൾ പകർത്തി ദൗത്യസംഘം.